Hi friends, myself Abhilash Rairoth. Today we are going to study what is right and duties of bailor. എന്തൊക്കെയാണ് ഒരു ബെയിലറുടെ റൈറ്റ്സും ഡ്യൂട്ടീസും എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, what is bailment? According to section 148 of the Contract Act, bailment means the delivery of goods by one person to another for some purpose upon a contract that they shall, when the purpose is accomplished, be returned or otherwise disposed of according to the direction of the person delivering them. Okay, so according to section 48 of Contract Act പ്രകാരമാണ് ബെയിൽമെൻറ്റ് എന്താണെന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ബെയിൽമെൻറ്റ് മെയിൻലി പറയുന്നത് ഇറ്റ്സ് എ ഡെലിവറി ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു ഗുഡ്സ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഡെലിവറി ചെയ്യുന്നു. ഡെലിവറി മേ ബി കൺസ്ട്രക്റ്റീവ് ആൻഡ് ആക്ച്വൽ, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പറയാം. അപ്പോൾ ദർ ഷുഡ് ബി എ കോൺട്രാക്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം, ഒരു ഗുഡ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ വെൻ ദ പേർപ്പസ് ഈസ് അക്കംപ്ലിഷ്ഡ്, എപ്പോഴാണോ ആ പേർപ്പസ് അക്കംപ്ലിഷ് ചെയ്യണം, ഒരു പേർപ്പസിന് വേണ്ടി കൂടിയായിരിക്കണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ പേർപ്പസ് എപ്പോഴാണോ അക്കംപ്ലിഷ് ചെയ്യുന്നത്, ദെൻ ദ ഗുഡ് ഷുഡ് ബി റിട്ടേൺ. ആ ഗുഡ്സ് എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അതർവൈസ് ഡിസ്പോസ്ഡ് ഓഫ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ പേഴ്സൺ ഡെലിവറിങ് ദം. അല്ലെങ്കിൽ ആ ഗുഡ്സ് എന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ പ്രകാരം എന്ത് ചെയ്യുക, അത് ഡിസ്പോസ് ചെയ്യുക. ഇതാണ് കോൺട്രാക്റ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ കോൺട്രാക്റ്റിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ദർ ഷുഡ് ബി എ കോൺട്രാക്റ്റ്. ബെയിൽമെൻറ്റിൽ ദർ ഷുഡ് ബി എ കോൺട്രാക്റ്റ്. രണ്ടാമത് പറയുന്നത് അവിടെ രണ്ട് വ്യക്തികളുണ്ടാവും. ഒന്ന് ഒരു ഗുഡ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരാൾ, അവരെ നമ്മൾ പറയുന്നത് ബെയിലർ എന്നാണ്. ആരാണോ ആ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത്, ദാറ്റ് പേഴ്സൺ ഈസ് കോൾഡ് ബെയിലി. ഇപ്പോൾ രണ്ട് വ്യക്തികളുണ്ടാവും, ബെയിലർ ആൻഡ് ബെയിലി. ഒന്നുകൂടി, ബെയിലർ എന്ന് വെച്ചാൽ ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരെ ബെയിലർ എന്ന് പറയും. ആരാണോ അത് സ്വീകരിക്കുന്നത് അവരെ ബെയിലി എന്ന് പറയും. ഓക്കെ, സോ ലെറ്റ്സ് സീ ആൻ ഇല്ലുസ്ട്രേഷൻ. സഞ്ജു ഡെലിവേഴ്സ് എ പീസ് ഓഫ് ക്ലോത്ത് ടു മഞ്ജു, എ ടൈലർ, ടു ബി സ്റ്റിച്ച്ഡ് ഇൻ ടു എ സ്യൂട്ട്. ദർ ഇസ് എ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ് ബിറ്റ്വീൻ സഞ്ജു ആൻഡ് മഞ്ജു. ദ ഇല്ലുസ്ട്രേഷനിൽ പറയുന്നത് രണ്ട് വ്യക്തികൾ, സഞ്ജു മഞ്ജു. സഞ്ജു എന്ത് ചെയ്യണം, ഒരു പീസ് ഓഫ് ക്ലോത്ത് മഞ്ജുവിന് കൊടുക്കണോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ കേസിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, ബെയിൽമെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് വ്യക്തികളുണ്ട്, സഞ്ജു മഞ്ജു. ഇതിൽ സഞ്ജു എന്ന് പറയുന്നതാണ് ബെയിലർ, മഞ്ജു എന്നാണ് ബെയിലി. ഓക്കെ, ദെൻ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ. ബെയിലറുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത് പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് നോൺ ഫോൾട്ട്, ദാറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദ സെക്ഷൻ 150. Bailor is supposed to disclose the known fault in the goods bailed to the bailee, and if he fails to do so, he will be held liable for the damage caused to the bailee due to such fault. Okay, അപ്പോൾ നമ്മൾ ബെയിലറുടെ ഡ്യൂട്ടീസാണ് പറയുന്നത്. ബെയിലർ എന്ന് വെച്ചാൽ ആരാണോ ട്രാൻസ്ഫർ ചെയ്യണേ ആ വ്യക്തിയാണ് ബെയിലർ. അതിൽ ഒന്നാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് നോൺ ഫോൾട്ടാണ്. അതായത് ഒരു ഗുഡിന് എന്തൊക്കെയാണോ ഫോൾട്ട് ഉള്ളത് അത് ബെയിലർക്ക് അറിയാമെങ്കിൽ ആ ബെയിലർ അത് ബെയിലിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇൻ കേസ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഹി വിൽ ബി ഹെൽഡ് ലയബിൾ ഫോർ ഡാമേജ് കോസ്ഡ് ടു ദ ബെയിലി ഡ്യൂ ടു ദ സച്ച് ഫോൾട്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഫോൾട്ട് പ്രകാരം എന്തൊക്കെ ഡാമേജസ് ആണോ ബെയിലിക്ക് ഉണ്ടാവുന്നത് ആ ഡാമേജ് കംപ്ലീറ്റ് ആര് കൊടുക്കണം, ബെയിലർ കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, സെക്കൻഡ് പോയിൻറ്റ്, ബി എ unordinary expense of bailment, that is mentioned in the section 158. അതായത് അൺഓർഡിനറി എക്സ്പെൻസ് മീൻസ് അൺയൂഷ്വൽ എക്സ്പെൻസസ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് എന്തെങ്കിലും എക്സ്പെൻസ് ആ ഗുഡിൻ്റെ മുകളിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് ആര് ബിയർ ചെയ്യണം, ബെയിലർ ബിയർ ചെയ്യണം. ഓക്കെ, ദ ബെയിലർ ഹാസ് ടു ബിയർ എനി അൺഓർഡിനറി എക്സ്പെൻസസ് ഇൻകേർഡ് അണ്ടർ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഹോസിനെ, ഒരു കുതിരയെ ബെയിലിക്ക് കൊടുക്കണോ നോക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് കുതിരയ്ക്ക് ഒരു അസുഖം വരികയാണ്. അപ്പോൾ അതിൻ്റെ മെഡിക്കൽ എക്സ്പെൻസ് ആര് ബിയർ ചെയ്യണം, ബെയിലർ ബിയർ ചെയ്യണം. ബിക്കോസ് അത്
അൺഎക്സ്പെക്റ്റഡ് ആണ്, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത എക്സ്പെൻസാണ്. ഓക്കെ. തേർഡ് വൺ, ഇൻഡെംനിഫിക്കേഷൻ ഓഫ് ബെയിലി for incurring loss when bailment is terminated prior to its term, that is mentioned in the section 159. അതായത് ഇൻഡെംനിഫിക്കേഷൻ എന്ന് വെച്ചാൽ കോമ്പൻസേഷൻ എന്നാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. അതായത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ഇൻസിഡൻറ്റ് സംഭവിക്കുന്നതിനേക്കാൾ മുന്നേ ആ ബെയിൽമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ബെയിലിക്ക് എന്താണോ കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ. എ ബെയിൽമെൻറ്റ് ഫോർ കൺസിഡറേഷൻ ക്യാൻ ബി ടെർമിനേറ്റഡ് അറ്റ് എനി ടൈം ബൈ ദ ബെയിലർ ഈവൻ വെൻ ദ ബെയിൽമെൻറ്റ് വാസ് ഫോർ എ സ്പെസിഫിക് പേർപ്പസ് ഓർ ടൈം. അതായത് ഒരു ബെയിൽമെൻറ്റ് ഒരു പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിലേക്കാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ കൂടി ബെയിലർക്ക് ആ ബെയിൽമെൻറ്റ് കൺസിഡറേഷന് വേണ്ടിയിട്ടാണ് ഉള്ളതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. ഒന്നുകൂടി പറയാം. അതായത് ബെയിലർ ഒരു കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻറ്റ് വേറൊരാളായിട്ട് ഉണ്ടാക്കണു, ബെയിലിയായിട്ട് ഉണ്ടാക്കണു. അത് കൺസിഡറേഷന് വേണ്ടിയിട്ടാണ്, സംതിങ് ഇൻ റിട്ടേൺ, ഒരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ ബെയിലർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ആ ബെയിൽമെൻറ്റ് ക്യാൻസൽ ചെയ്യാം. അത് എന്ത് പേർപ്പസ് ആയാലും ശരി, എത്ര ടൈമിലേക്കായാലും ശരി. ബട്ട് എനി ലോസ് accrued to the bailee from such termination shall not more than the benefit derived from the bailment. അതായത് ഒരു 10,000 റുപ്പീസാണ് കൺസിഡറേഷൻ എങ്കിൽ ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് 10,000 തന്നെയാണ് ബെയിലിക്ക് ലോസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല. മോർ ദാൻ ദാറ്റ്, അതായത് ഓൾറെഡി അവിടെ എത്രയാണോ കിട്ടുന്നത് അതിനേക്കാൾ കൂടുതലാണ് ഡാമേജ് എങ്കിൽ, ഇൻ കേസ് loss is more than the benefit, the bailee shall be indemnified by the bailor. എത്രയാണോ കൂടുതൽ എമൗണ്ട്, ആ എമൗണ്ട് ആര് കൊടുക്കണം, ബെയിലിക്ക് കൊടുക്കേണ്ടതാണ്. ഓക്കെ. ഫോർത്ത് വൺ, റിസീവ് ബാക്ക് ദ ഗുഡ്സ്. The bailor shall receive the goods back when the bailee return them after the expiry of term or fulfillment of purpose of bailment. If the bailor denies the receipt of good, the bailee shall receive compensation from the bailor for the expenses incurred due to custody of such goods. Okay. ഞാൻ നേരത്തെ പറഞ്ഞു, ബെയിൽമെൻറ്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിലേക്കായിരിക്കും. ആ ടൈം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പേർപ്പസ് കഴിഞ്ഞാൽ ബെയിലി ആ ഗുഡ്സ് ബെയിലർക്ക് തിരിച്ചു കൊടുക്കും. അങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ ബെയിലർ അത് ആക്സെപ്റ്റ് ചെയ്യില്ലെങ്കിൽ, അത് ഡിനേ ചെയ്യുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന എക്സ്പെൻസസ്, ഡാമേജസ് ആര് കോമ്പൻസേറ്റ് ചെയ്യണം, ബെയിലിക്ക് കൊടുക്കേണ്ടതാണ്. ഫിഫ്ത്ത് വൺ, ഇൻഡെംനിഫിക്കേഷൻ ഓഫ് ദ ബെയിലി, ദറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദ സെക്ഷൻ 164. If the bailor's title to the goods is defective and he is not entitled to make bailment and the bailee suffer any loss or damage, the bailor will be liable for such loss or damage. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇൻഡെംനിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ടെർമിനേറ്റ് ചെയ്യണു. ഓക്കെ. ഇവിടെ പറയുന്നത് ബെയിലിക്ക് കൊടുക്കുന്ന ഗുഡ്സിൽ എന്തെങ്കിലും ഡിഫക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ബെയിലിക്ക് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഡാമേജ് ആര് കൊടുക്കണം, ബെയിലർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ബെയിലേഴ്സിൻ്റെ കേസിൽ പറയുന്നത്. നെക്സ്റ്റ് വി വിൽ സി വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ബെയിലർ. ഇത്രയും നേരം ഡ്യൂട്ടീസാണ് ബെയിലറുടെ പറഞ്ഞത്. ഇനി എന്തൊക്കെ റൈറ്റ്സാണ് ബെയിലർക്കുള്ളത്. ഓക്കെ. ഒന്നാമത്തെ പോയിൻ്റ് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് റൈറ്റ്. The bailor has a right to sue the bailee for enforcing all the liabilities and duties of him. അതായത് എന്തൊക്കെ ലാബിലിറ്റീസ് ആണോ ഡ്യൂട്ടീസ് ആണോ ബെയിലിക്കുള്ളത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് കേസ് കൊടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്, ബെയിലർക്കുണ്ട്. അതിനെയാണ് എൻഫോഴ്സ്മെൻറ്റ് റൈറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, അവോയ്ഡൻസ് ഓഫ് കോൺട്രാക്ട്, ദാറ്റ് ഈസ് ഇൻ ദ സെക്ഷൻ 153. The bailor has a right to terminate the bailment if the bailee does any act inconsistent with the terms of the bailment with regard to the goods bailed. അതായത് ബെയിലർ ഒരു ഗുഡ് ബെയിലിക്ക് കൊടുക്കേണ്ടത്
എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പേർപ്പസിനാണെങ്കിൽ ആ പേർപ്പസിനല്ലാതെ ബെയിലി ആ ഗുഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബെയിലർക്ക് എപ്പോൾ വേണമെങ്കിലും ആ കോൺട്രാക്റ്റ് അവോയ്ഡ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കാം. എ ലെൻസ് ടു ബി എ ഹോഴ്സ് ഫോർ ഹിസ് റൈഡിങ്. എ എന്ന് പറയുന്ന ആൾ ബിക്ക് ഒരു കുതിരയെ റൈഡിങ്ങിന് വേണ്ടി കൊടുക്കണം. ബി യൂസസ് ദ ഹോഴ്സ് ആസ് എ കാരേജ്. അതായത് ചുമക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ബി എന്ത് ചെയ്യണത്, ആ കുതിരനെ ഉപയോഗിക്കുന്നത്. എ ക്യാൻ ടെർമിനേറ്റ് ദ ബെയിൽമെൻറ്റ്. എക്ക് എന്ത് ചെയ്യാം, ആ ബെയിൽമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യാം. തേർഡ് പോയിൻറ്റ്, റിട്ടേൺ ഓഫ് ഗുഡ്സ്, സെക്ഷൻ 159. When the goods are lent for consideration, the bailor has the right to demand their return as and when he want, even if he lent them for specific period or time or purpose. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും കൺസിഡറേഷനാണ് ആ ഗുഡ്സ് ബെയിൽമെൻറ്റിൽ വരുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ബെയിലർക്ക് അത് റിട്ടേൺ വാങ്ങിക്കാം. അത് എത്ര പീരീഡ് ആയാലും എന്ത് സ്പെസിഫിക് പേർപ്പസിനായാലും ശരി. നാലാമത്തതാണ് കോമ്പൻസേഷൻ ഫ്രം റോങ് ഡൂവർ. സെക്ഷൻ 180 പറയുന്നത്, ഇഫ് എ ബെയിലി ഈസ് ഡിപ്രീവ്ഡ് ഓഫ് ദ യൂസ് ഓർ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് വെയിൽഡ് ബൈ എ തേർഡ് പേഴ്സൺ wrongfully, or if the goods are damaged, the bailey or bailiff has the right to sue the third person for such damage or deprivation. അതായത് റോങ് ആയിട്ട് നമ്മൾ ബെയിൽമെൻറ്റ് ചെയ്യണ സാധനം തേർഡ് പേഴ്സൺ ആണ് പോകുന്നതെങ്കിൽ, ബെയിലിക്ക് പകരം തേർഡ് പേഴ്സൺ ആണ് കിട്ടുന്നതെങ്കിൽ, അതിൽ നിന്ന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുകയാണെങ്കിൽ ആ ഡാമേജ് റിക്കവർ ചെയ്യാൻ വേണ്ടി ബെയിലർക്കോ ബെയിലിക്കോ സ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് റൈറ്റ്സ് ഓഫ് ബെയിലർ. സോ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. താങ്ക് യു. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.